പെന്തിക്കോസ്തി പെരുന്നാൾ. പെന്തിക്കോസ്തി എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം 50 എന്നാണ്. പ്ലേറ്റോയുടെ കാലഘട്ടത്തിൽ, അതായത് BC 5-ാം നൂറ്റാണ്ടിൽ ജനങ്ങൾ അവരുടെ വരുമാനത്തിന്റെ 50-ാം ഭാഗം നികുതിയായി നൽകണം എന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. ഇതിന് പറഞ്ഞിരുന്ന പദമാണ് പെന്തിക്കോസ്ത്. ഇങ്ങനെ കരം പിരിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർ പെന്തിക്കോസ് ലോഗോയി എന്നും അറിയപ്പെട്ടിരുന്നു. പെന്തിക്കോസ്തി എങ്ങനെ ഉണ്ടായി? ലോകത്തിലെ എല്ലാ ഉത്സവങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ നമ്മെപ്പോലുള്ള സാധാരണ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നാം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പാലസ്തീനിൽ പ്രത്യേകിച്ച് കാനാന്യ കർഷകർ ബാർലി കൊയ്തതിന് ശേഷം 7 ആഴ്ചകൾക്ക് ശേഷം 50-ാമത്തെ ദിവസം അടുത്ത വിളയായ ഗോതമ്പ് കൊയ്തെടുക്കും. എബ്രായ ഭാഷയിൽ ഇതിന് പറയുന്നത് ഷാബു ഓത്ത് എന്നാണ്. ഇത് ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. ആഴ്ചകളുടെ ഉത്സവം എന്ന അർത്ഥത്തിൽ വാരോത്സവം എന്നാണ് ഈ പെന്തിക്കോസ്തിക്ക് പറഞ്ഞിരുന്നത്. അങ്ങനെ ഈ പെന്തിക്കോസ്തിയെ ആ കാലഘട്ടത്തിൽ കൊയ്ത്ത് പെരുന്നാൾ, വാരാന്ത്യ പെരുന്നാൾ അങ്ങനെയും അറിയപ്പെട്ടിരുന്നു. BC 5-ാം നൂറ്റാണ്ടിന് ഒക്കെ ശേഷം ഇസ്രായേലിലെ രാജാക്കന്മാരുടെ കാലഘട്ടമായപ്പോൾ, ദാവീദിന്റെയും ശലോമോന്റെയും എല്ലാം കാലഘട്ടത്തിന് ശേഷം ഈ ഒരു ആഘോഷത്തെ അവർ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് കൽപ്പലകൾ ലഭിച്ചതുമായി ബന്ധപ്പെടുത്തി. ജെറുസലേമിൽ ഇങ്ങനെ ഒരു പെരുന്നാളായി ഇത് ആഘോഷിച്ചു തുടങ്ങി. 2 ദിനവൃത്താന്തം 8-ാം അധ്യായം 13-ാം വാക്യം ഇത് വളരെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ കാനാന്യ കർഷകരുടെ ഒരു ആഘോഷം കാലഘട്ടങ്ങൾക്ക് ശേഷം യഹൂദ മതത്തിലെ ഒരു ഉത്സവമായി മാറി. ഇസ്രായേലിൽ പ്രധാനമായും 3 ആഘോഷങ്ങളാണ് ഉണ്ടായിരുന്നത്. 1 പെസഹ പെരുന്നാൾ, 2 കൂടാര പെരുന്നാൾ, 3-ാമതായിട്ട് ഈ പെന്തിക്കോസ്തി എന്ന് പറയുന്ന വാരോത്സവ പെരുന്നാൾ. ഈ വാരോത്സവ പെരുന്നാൾ, അതായത് പെന്തിക്കോസ്തി പെരുന്നാളിന് 3 പ്രധാന പ്രത്യേകതകളുണ്ട്. 1-ാമത്തെ പ്രത്യേകത, എല്ലാ യഹൂദ പുരുഷന്മാരും ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്നതായ പെരുന്നാളാണിത്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം ഇത് വിശദീകരിക്കുന്നുണ്ട്. 2-ാമതായി, കൃഷിയിൽ നല്ല വിളവ് ലഭിച്ചതിന് ദൈവത്തിന് നന്ദി സമർപ്പിക്കുന്ന പെരുന്നാളാണ് ഈ പെന്തിക്കോസ്തി. ലേവ്യ പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. 3-ാമതായിട്ട്, സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരെ എല്ലാ തലത്തിലും സഹായങ്ങൾ നൽകി അവരെ സന്തോഷിപ്പിക്കുന്ന ദിവസമാണ് ഈ പെന്തിക്കോസ്തി പെരുന്നാൾ. ആവർത്തന പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ വിശദീകരിക്കുന്നു. കാനാന്യരുടെ കൊയ്ത്തുത്സവമായ പെന്തിക്കോസ്തി യഹൂദ മതത്തിലെ സീനായി ഉടമ്പടിയുടെ അനുസ്മരണ ദിനമായി കാലങ്ങൾക്ക് ശേഷം രൂപാന്തരപ്പെട്ടു. വീണ്ടും ഇതിനുശേഷം ഇത് ക്രിസ്തീയ സഭയിൽ വന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. യേശുവിൻ്റെ ക്രൂശമരണത്തിന് ശേഷം വന്ന പെന്തിക്കോസ്തി പെരുന്നാളിൽ ഉണ്ടായ ഒരു സംഭവം AD 70 അപ്പോസ്തല പ്രവൃത്തികൾ രചിച്ച വിശുദ്ധ ലൂക്കോസ് ഇവിടെ വരച്ച് കാണിക്കുകയാണ്. അങ്ങനെ BC 5-ാം നൂറ്റാണ്ടിൽ പലസ്തീനിലെ കാനാന്യ കർഷകരുടെ കൊയ്ത്തുത്സവമായ പെന്തിക്കോസ്തി കാലങ്ങൾക്ക് ശേഷം ഇസ്രായേൽ രാജാക്കന്മാരുടെ കാലത്തിനോടടുത്ത് യഹൂദ മതത്തിൽ പെന്തിക്കോസ്തി ഉത്സവമായി മാറി. വീണ്ടും യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം ഇത് 3-ാമതായിട്ട് ക്രിസ്തീയ മതത്തിലേക്കും ഇങ്ങനെ കടന്നു വന്നു. പെന്തിക്കോസ്തി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിത്രം വലിയ കൊടുങ്കാറ്റും അഗ്നിജ്വാല പോലെ പിളർന്ന നാവും അന്യഭാഷയും എല്ലാമാണ്. എന്നാൽ ഇവയെല്ലാം വിശുദ്ധ ലൂക്കോസ് എന്ന ഗ്രന്ഥകാരൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകങ്ങൾ, അതായത് വർണ്ണനകൾ മാത്രമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ പെന്തിക്കോസ്തി നമുക്ക് നൽകുന്നതായ സന്ദേശം എന്നാണ്? അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഇങ്ങനെയാണ്: ഓരോന്നിനും അവനവൻ്റെ ഭാഷയിൽ മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ സാധിച്ചു. മനുഷ്യരെ തമ്മിൽ വേർതിരിച്ചിരിക്കുന്നതായ എല്ലാ തടസ്സങ്ങളും തകർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഹൃദയപൂർവ്വം ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും മനുഷ്യന് തമ്മിൽ സാധിക്കുന്നു. അങ്ങനെ സ്നേഹത്തിലൂടെ എനിക്ക് എൻ്റെ അടുത്ത് നിൽക്കുന്നവനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇതാണ് 1-ാമത്തെ സന്ദേശം. 2-ാമതായി പെന്തിക്കോസ്തി നമുക്ക് നൽകുന്നതായ സന്ദേശം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്തിരിക്കുന്നതിനാൽ ഞാൻ കുലുങ്ങിയില്ല. ഒരു മനുഷ്യൻ ഏത് കൊടിയ ദുരിതത്തിലൂടെ കടന്നുപോയാലും, അത് കോവിഡോ യുദ്ധമോ ക്ഷാമമോ എന്തു തന്നെയായി കഴിഞ്ഞാലും, ദൈവം ഒരു മനുഷ്യന് പ്രതീക്ഷയും സമാധാനവും നൽകുന്നു. എല്ലാ തടസ്സങ്ങളെയും മായ്ക്കുന്നതായ ആ മനുഷ്യർ തമ്മിലുള്ളതായ സ്നേഹവും ഏത് കൊടിയ ദുരിതത്തിലും ദൈവം കൂടെയുണ്ട് എന്നുള്ളതായ ഉറപ്പുമാണ് പെന്തിക്കോസ്തി നമുക്ക് നൽകിയ സന്ദേശം. ആദ്യമേ സഭയെ വളർത്തിയതും ഇതുതന്നെയാണ്. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.